CPIഎമ്മിന്റെ മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിന് നേതൃത്വം നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാനാണ് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവുമായി CPIഎം എത്തുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മാലിന്യ പ്രശ്നം കീറാമുട്ടിയായി മാറിയതോടെയാണ് CPIഎം മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി നേതാക്കൾ തന്നെ നേരിട്ടെത്തി മാലിന്യ നിർമ്മാർജ്ജനത്തിന് നേതൃത്വം നൽകും. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ജഗതിയിലും, PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ മെഡിക്കൽ കോളേജിലും, കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് എരുമക്കുഴിയിലും മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിന് നേതൃത്വം നൽകും. തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിലുള്ള ശുചിത്വയജ്ഞ പരിപാടി ആരംഭിക്കുകയാണ്. മാലിന്യ കൂമ്പാരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഈ ഘട്ടത്തിൽ തുടക്കം. പക്ഷെ ഇതിൻ്റെ അർത്ഥം മറ്റന്നാൾ മുതൽ ഇത് ഉണ്ടാവില്ലെന്നല്ല. ഇനിയും മാലിന്യം തെരുവിലേക്ക് വരാതിരിക്കണമെങ്കിൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ് വരണം. അതുപോലെ തന്നെ ഇനി വീട്ടിൽ സംസ്കരിക്കുന്നില്ലെങ്കിൽ പൊതുവായിട്ട് സംസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കും. ഒരു 2 മാസത്തിനുള്ളിൽ ഒരു 500-600 എയറോബിക് ബിന്നുകൾ നഗരത്തിൻ്റെ പല കേന്ദ്രങ്ങളുണ്ടാവും. അവിടെ കൊണ്ടെത്താൻ പല നഗരങ്ങളിലും കുരുക്കായി കിടക്കുന്ന മാലിന്യ സംസ്കരണത്തെ ഏറ്റെടുക്കുക വഴി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി CPIഎം മുന്നിൽ കാണുന്നുണ്ട്. തലസ്ഥാന ജില്ലയെ 7 മാസം കൊണ്ട് മാലിന്യമുക്തമാക്കുകയാണ് CPIഎമ്മിന്റെ ലക്ഷ്യം. ജില്ലയിൽ മാത്രം 25,000-ഓളം പ്രവർത്തകരാണ് ഇന്ന് തുടങ്ങുന്ന ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. മറ്റ് ജില്ലകളിലും പ്രമുഖ നേതാക്കൾ തന്നെ ക്യാമ്പയിന് നേതൃത്വം നൽകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.